കുറേ കാലത്തെ മാറ്റത്തിന് ശേഷം സാംസങ് ഒരു പുതിയ മോഡലിൽ ഒരു ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഈ എം സീരീസിൽ എഫ് സീരീസിലേക്ക് കണ്ടുവരുന്ന ആ ഒരു സാധാ പഴയ ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് ക്യാമറ ഫീച്ചേഴ്സിലും മൊത്തത്തിലുള്ള ഒരു ചേഞ്ചൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള M55. അതിൽ F55 എന്ന് പറഞ്ഞ മോഡലിന് കുറച്ചും കൂടി വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു മോഡലിലോട്ട് വരുമ്പോൾ ഒരു വീഗൻ ലെതർ ഫിനിഷൊക്കെ ആയിട്ടാണ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. ആ ഒരു ഓറഞ്ച് കളറിലുള്ള ആ ലെതർ അട്രാക്ഷനൊക്കെ നല്ല ഒരു ഇതാണ്. അതിനിടയിലുള്ള ഗോൾഡൻ ക്യാമറ മൊഡ്യൂളുകളും ഇതെല്ലാം ആയിട്ടൊരു വളരെ ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് സാംസങ്ങിൻ്റെ F55 ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് മറ്റു സവിശേഷതകൾ നോക്കാം. 6.67 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറയേണ്ട, വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് കളർ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള നല്ല കിഡിലൻ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 8 MB നോർമൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മൈക്രോ ലെൻസുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബാക്ക് ക്യാമറ നോർമൽ തന്നെയാണ്. ഇപ്പോൾ വരുന്ന എല്ലാ സാംസങ് ഫോണുകളിലും ഈ ഒരു മെയിൻ സെറ്റപ്പ് തന്നെയാണ്. 50 MB 8 MB 2 MB എന്ന സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് 4K 30 FPS സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ചേഞ്ച്. ഇതിനു മുമ്പ് വരെ 30 MB 32 MB അല്ലെങ്കിൽ 16 MB എന്നീ ക്യാമറകളായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ 50 MB തന്നെ f2.4 അപ്രോച്ചിൽ വരുന്ന മെയിൻ ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു സെൽഫി ക്യാമറ നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. പ്രോസറിൻ്റെ കാര്യത്തിലാണെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. Qualcomm Snapdragon 7 Gen 1 എന്ന് പറയുന്ന പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 Gen 2 7 Gen 3 ഒക്കെ വെച്ച് ഫോണുകളുണ്ട് എങ്കിലും 7 Gen 1 കുഴപ്പമില്ലാത്തൊരു നോർമൽ പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം 7 Gen 2 7 Gen 3 ഒക്കെയാണ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. 2.4 GHz ക്ലോക്ക് സ്പീഡും 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു പ്രോസസ്സറൊക്കെയാണ്. Adreno 644 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഭാരം വരുന്നത് 180 ഗ്രാമാണ്. 7.8 mm ആണ് തിക്നെസ്സൊക്കെ വരുന്നത്. ഇതിലൊരു ലെതർ ഫിനിഷ് വരുന്നുണ്ട് തന്നെ. അത്യാവശ്യം തിക്നെസ് ഒന്നും വരുന്നില്ല. അതായത് ഒരുപാട് തിക്നെസ്സോ ഒരുപാട് ഭാരമോ ഒന്നും വരുന്നില്ല. സാംസങ് ഫോണിൽ മെയിനായിട്ട് വരുന്ന 6000 mAh ബാറ്ററി ആയിരുന്നു, പ്രത്യേകിച്ച് FM സീരീസുകളിലേക്ക്. അതിവിടെ കുറച്ചിട്ടുണ്ട്. കാരണം 6000 mAh വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സും വെയിറ്റും കൂടും. അതുകൊണ്ടായിരിക്കും 5000 mAh ബാറ്ററി പ്ലസ് 45 വാട്ടിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സാംസങ് ഫോണുകളിൽ ഇതിനു മുമ്പ് വരെ പ്രത്യേകിച്ച് മിഡ് റേഞ്ചുകളിലെല്ലാം നമുക്ക് 25 വാട്ടിൻ്റെ ആയിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി തൊട്ട് നമുക്ക് 45 വാട്ടിൻ്റെ സപ്പോർട്ടും വരും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറുകളിലൊക്കെ ആയിട്ട് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുകൾ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 50 വാട്ടിൻ്റെ ചാർജറൊക്കെ വരുന്നുണ്ട് എന്നാണ് റൂമേഴ്സ് പറയുന്നത്. ഇതിൽ നമുക്ക് 8 GB RAM 128 GB ROM വേരിയൻ്റ് ഉണ്ടാവും. ഇതായിരിക്കും ബേസ് വേരിയൻറ്റ് വരിക. ബ്ലൂടൂത്ത് വേർഷൻ 5.2 NFC സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. Wi-Fi 6E സപ്പോർട്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, One UI 6.1, Android 14 ഔട്ട് ഓഫ് ദി ബോക്സിലാണ് വരുന്നത്. ഏകദേശം 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റൊക്കെ സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു 4 വർഷമൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഫോൺ എന്ന രീതിയിലാണ് സാംസങ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഓരോ ഫീച്ചേഴ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷനും വളരെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി, ചാർജിങ് സ്പീഡ്, ഇതെല്ലാം തന്നെ വളരെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രോസറിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസറുകൾ വെച്ചിട്ടുണ്ട്. എന്നാലും തരക്കേടില്ലാത്ത ഒരു മിഡ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് വരിക 25 രൂപ ആ റേഞ്ചിലായിരിക്കും. പക്ഷേ 25 രൂപ റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഒരു F55 വരികയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതായിരിക്കും. ബൈ.